അവൻ അവൻ മാത്രമാണെന്ന ചിന്തയായി ജീവിച്ചു. അവൻ വിചാരിച്ചു ഈ ലോകം എന്നെന്നും ഇവിടെ ഉണ്ടാകും, ഈ ലോകത്ത് സുഖിക്കലാണ് ഏറ്റവും വലിയ സന്തോഷം, ഈ ലോകത്ത് സുഖിക്കണം, ഓരോ നിമിഷവും എൻജോയ്മെന്റ് ചെയ്യണം, കിട്ടുന്ന പൈസകൾ അടിച്ചു തീർക്കണം, കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന മൈൻഡിൽ അങ്ങനെ ജീവിച്ച മനുഷ്യൻ 2 മാസമാണ് നിന്റെ ആയുസ് ഉണ്ടെന്ന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മാസക്കാലം അവന്റെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായിരിക്കും. അങ്ങനെ ആയിരിക്കും അവൻ ജീവിക്കുന്നത്. പിന്നെ ആ സമയത്ത് ചിന്തകൾ ഓടി വരും, മരണമാണല്ലോ മുമ്പിലുള്ളത്, അതുകൊണ്ട് ഇനി മരണത്തിനെ പുൽകാനും മരണത്തിനെ സ്വീകരിക്കാനുമുള്ള ഒരു ചിന്താഗതി അവന്റെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോ അറിയാതെ അല്ലാഹ് എന്ന് വിളിച്ചു പോകും, അല്ലാഹ് എന്ന് വിളിച്ചു പോകും. പള്ളിയിൽ കേൾക്കുന്ന ബാങ്ക്, 5 നേരം ബാങ്ക് നിരന്തരം കേട്ട മനുഷ്യനാണ്. പക്ഷെ അവൻ അറിയില്ല ദുഹറിന്റെ സമയം എപ്പോഴാണ്, അസറിന്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ ആ കിടക്കുന്ന സമയത്ത് ഓരോ സമയവും എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ്, സുബഹിയുടെ സമയത്ത് ഉണർന്നിരിക്കുകയാണ്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എന്റെ ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത്, പൂർണ്ണമായ ആരോഗ്യവാനായ സമയത്ത് ആ പള്ളിയിൽ നിന്നും സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, എത്രയോ രാത്രികളിലാണ് പ്രിയപ്പെട്ടവരെ ഈ മന്ത്രം നമ്മുടെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഉയർന്നത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറങ്ങുന്ന മനുഷ്യ ഉറക്കമല്ലടാ വലുത്, നിസ്കാരമാണ്. ഉറക്കത്തിനേക്കാളും എത്രയോ ഖൈറ് നിസ്കാരമാണ്. രാത്രിയിൽ 10 മണിക്ക് കിടന്നുറങ്ങിയതല്ലേ, 7-8 മണിക്കൂറും ഉറങ്ങിയതല്ലേ, സുന്ദരമായി നീ ഉറങ്ങിയതല്ലേ. നിന്റെ ചെവിപ്പടത്തിലേക്ക് അല്ലാഹു ഈ ശബ്ദത്തിനെ കേൾപ്പിക്കുന്നുണ്ട്. ആ കേൾപ്പിക്കുന്ന ശബ്ദം അനുസരിച്ചുകൊണ്ട് നിന്റെ ബോഡി ആൻസർ ചെയ്യുന്നില്ല, ആ കിടക്കുന്ന ശരീരം അവിടെ നിന്ന് എണീക്കുന്നില്ല. അല്പം കൂടി പുതപ്പ് മൂടിക്കിടക്കുമ്പോൾ ആ പുതപ്പിനെ അല്പം കൂടി വലിച്ച് മുഖത്തിന്റെ മേലെ പൂർണ്ണമായി മൂടിയിട്ട് സുന്ദരമായി വീണ്ടും അവന്റെ ഉറക്കം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിച്ചു പോയപ്പോൾ 2 മാസമാണ് നിന്റെ ആയുസിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ മുമ്പിലോ ആ സമയം മുതൽ അല്ലാ അല്ലാ എന്ന് എവിടെന്നോ ഒരു വിളിനാളം അവന്റെ ഉള്ളിലേക്ക് തറച്ചു പോയിരിക്കുന്നു. രാത്രി ഉറക്കമില്ലാത്ത രാത്രി, ഈ ഉറക്കമില്ലാത്ത സമയത്തിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഈ ബാങ്കിന്റെ പദം കേട്ടാൽ മുഅ്മിനീങ്ങൾ പറയണം സദഖത വബരിർത. ഈ ബാങ്കിന് ജവാബ് കൊടുക്കണം, സദഖത വബരിർത എന്നാണ് എന്റെ ജവാബ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് വിജയം എന്ന് മുഅ്മിനീങ്ങൾ മറുപടി കൊടുക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ, എത്ര തവണയാണ് ഈ ബാങ്കിന് നിങ്ങൾ ഇജാബത്ത് കൊടുത്തിട്ടുള്ളത്? നെഞ്ചിൽ കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കണേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത് അങ്ങനെ